ഹായ് ലേണേഴ്സ്, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ട്രിക്കാണ്. സോ സെറ്റ് തിയറിന്റെ പാർട്ടിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സെറ്റ് തന്നിട്ട് അതിൽ എത്ര റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര സിമെട്രിക് റിലേഷൻ ഉണ്ട്, എത്ര ഇക്വാലൻസ് റിലേഷൻസ് ഉണ്ടായിരിക്കും എന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ റിഫ്ലക്സീവ് റിലേഷനും അതുപോലെ തന്നെ സിമെട്രിക് റിലേഷനും ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇക്വാലൻസ് റിലേഷൻസ് എങ്ങനെയാണ് കാണുന്നത്, അതിനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ മെനി ഇക്വാലൻസ് റിലേഷൻസ് ആർ പോസിബിൾ ഓൺ എ സെറ്റ് വിത്ത് n എലമെന്റ്സ്. n എലമെന്റ് ഉള്ള ഒരു സെറ്റില് എത്ര ഈക്വാലൻസ് റിലേഷൻസ് പോസിബിൾ ആണ്. നമുക്ക് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും? സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര റിഫ്ലക്സീവ് റിലേഷൻസ് ഉണ്ട്, സിമെട്രിക് എത്ര എണ്ണം ഉണ്ട്, ട്രാൻസിറ്റീവ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടി വരും. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് number of equivalence relation on a set A where mod A equal to n can be given by Bell number. Okay, അതായത് സെറ്റ് എയില് n എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് n ആണ് എങ്കിൽ ബെൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഇക്വാലൻസ് റിലേഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ n എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, ആ സെറ്റിൽ വരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. സോ വി ക്യാൻ റെപ്രസെന്റ് ബെൽ നമ്പർ ആസ് bn എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ബെൽ നമ്പർ എന്ന് പറയുന്നത് എത്ര ഇക്വാലൻസ് റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഡയറക്റ്റ് പറയുന്നതാണോ? എന്താണ് ബെൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബെൽ നമ്പർ എന്ന് പറഞ്ഞാല് ഇറ്റ് ഗീവ്സ് ദി നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഓഫ് എ സെറ്റ് വിത്ത് n എലമെന്റ്സ്. ഓക്കെ, സോ ബെൽ നമ്പർ ശരിക്ക് തരുന്നത് എന്താണ്? ഒരു സെറ്റിൽ എത്ര പാർട്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പാർട്ടീഷനിൽ നിന്നും ഇക്വാലൻസ് റിലേഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? അവിടെ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ? യെസ്, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതിനു മുമ്പ് ഈ ബെൽ നമ്പർ എങ്ങനെ നമുക്ക് ലഭിക്കുന്നു, ബെൽ നമ്പർ ഈസി ആയിട്ട് കിട്ടിയാലാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് സിമ്പിൾ ആവുള്ളൂ, അല്ലെ? സോ ബെൽ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്? ബെൽ നമ്പർ നമുക്ക് ഈസി ആയിട്ട് ബെൽ ട്രയാങ്കിൾന്നോ അല്ലെങ്കിൽ ബെൽ ട്രീന്നോ നമുക്ക് അത് കൺസ്ട്രക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സോ എങ്ങനെയാണ് ഈ ഒരു ബെൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ബെൽ ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബെൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? യെസ്, ഇതിനൊരു ട്രയാങ്കിൾ ഫോം ഉണ്ട് അല്ലെ, ഒരു ട്രയാങ്കിൾ ഫോം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബെൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബെൽ ട്രയാങ്കിളിന് നമുക്ക് എന്ത് ചെയ്യാം? ബെൽ ട്രീ, ബെൽ നമ്പേഴ്സ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനീഷ്യലി B0 നമുക്ക് എന്ത് ചെയ്യാം? 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ദെൻ B1ലോ, B1 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? B0 1 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. B1ല് മുകളിലുള്ള റോയിലെ അവസാനത്തെ എലമെന്റ് ഏതാണോ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് അപ്പൊ നമ്മൾ ഈ മുകളിലുള്ള B0ലുള്ളത് 1 ആണ്. സോ നമ്മളിവിടെ 1 എഴുതി. ഓക്കെ, ദെൻ ഈ 1 + 1 = 2 നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ B1ല് 2 എലമെന്റ്സ് വന്നു, 1ഉം 2ഉം. ഇനി B2 എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മള് ലാസ്റ്റുള്ള റോല്, അതായത് മുകളിലുള്ള റോല് അവസാനത്തെ എലമെന്റിനെ ഫസ്റ്റ് എഴുതും. ഓക്കെ, 2നെ നമ്മൾ എഴുതി. ആൻഡ് 2 + 1 = 3 ആൻഡ് 3 + 2 = 5. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി B3 എങ്ങനെയാണ് നമുക്ക് കിട്ടുക? മുകളിലുള്ള റോലെ അവസാനത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ 5 ആണ്. ഓക്കെ, സോ 5നെ നമ്മൾ ഫസ്റ്റ് എഴുതി. ദെൻ 5 + 2 = 7, 7 + 3 = 10, 10ന് മുകളിൽ 10 + 5 = 15. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഫോളോ ചെയ്യേണ്ട 2 റൂളുള്ളൂ. ഒരെണ്ണം എന്ന് പറയുന്നത് മുകളിലുള്ള റോ ഏതാണോ അതിന്റെ അവസാനത്തെ എലമെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. ആൻഡ് ആ എലമെന്റിന്റെ ഓരോ എലമെന്റിന്റെയും മുകളിലുള്ള എലമെന്റുമായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ആഡ് ചെയ്യുക, എഴുതി കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ B4 ആണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വന്നിട്ടുള്ള റോ B3 ആണ് അല്ലെ, അപ്പൊ അതിൽ 15 ആണ് ലാസ്റ്റ് എലമെന്റ്. സോ 15നെ നമ്മൾ ഫസ്റ്റ് എഴുതി. 15 + 5 = 20 ആൻഡ് 20 + 7 = 27, 27 + 10 = 37, 37 + 15 = 52. ഓക്കെ,
സോ ഈ രീതിയിൽ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് ബെൽ നമ്പർ എന്ന് പറയുന്നത്. നമ്മള് ബെൽ നമ്പറിൽ നമുക്ക് തന്നിട്ടുള്ള സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഈ നമ്മൾ പറഞ്ഞു ബെൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സെറ്റിലെ എത്ര പാർട്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ് തരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഇക്വാലൻസ് റിലേഷനും പാർട്ടീഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? There is one-to-one correspondence between partitions of a set and equivalence relation on that set. ഓക്കെ, ഒരു 1-to-1 കറസ്പോണ്ടൻസ് ആണ്. അതായത് എത്ര പാർട്ടീഷൻസ് ഉണ്ടോ അത്ര തന്നെ ഈക്വാലൻസ് റിലേഷൻ ഉണ്ട്. ഓക്കെ, so there is a unique equivalence relation corresponding to a partition of a set and vice versa. എത്ര പാർട്ടീഷൻ ഉണ്ടോ അത്ര ഇക്വാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഇക്വാലൻസ് ഉണ്ടോ അത്ര പാർട്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, so therefore number of equivalence relation on a set A will be exactly same as number of partitions of set A. ഒരു A എന്ന് പറയുന്ന സെറ്റിൽ എത്ര ഇക്വാലൻസ് റിലേഷൻ ഉണ്ടോ അത്ര തന്നെ അതിൽ പാർട്ടീഷൻസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിളിലൂടെ ഇത് നോക്കാം. സോ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് ഈക്വാലൻസ് റിലേഷൻ ഓൺ ദി സെറ്റ് എ ഇസ് ഈക്വൽ ടു 1, 2, 3. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ 3 എലമെന്റ്സ് ആണുള്ളത്, 1, 2, 3. ഓക്കെ, സോ കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, 3 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ നമുക്കറിയാം എത്രയാണ് ബെൽ നമ്പർ എങ്ങനെയാണ് കാണുക, B3 ആണ് കാണേണ്ടത് അല്ലെ, B3. സോ എന്താണ് ഈ ഒരു ബെൽ ട്രീ അല്ലെങ്കിൽ ബെൽ ട്രയാങ്കിളിൽ നമുക്ക് B3 നോക്കാം. സോ ഇവിടെ B3 ആണ്. ഓക്കെ, B3 B0 എന്ന് പറയുകയാണെങ്കിൽ അതിൽ എത്ര ഇക്വാലൻസ് റിലേഷൻ 1, അതുപോലെ തന്നെ B1-ലാണെന്നുണ്ടെങ്കിലും 1, ആൻഡ് B2-ലാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഇക്വാലൻസ് റിലേഷൻ ഉണ്ട്, 2. ഓക്കെ, അതുപോലെ തന്നെ B3-ലാണെങ്കിൽ 5. നമ്മൾ ഫസ്റ്റത്തെ ഈ എലമെന്റ്സ് ആണ് അതിൽ എത്ര ഇക്വാലൻസ് റിലേഷൻ ഉണ്ട് എന്ന് നോക്കുന്നത്. ഓക്കെ, സോ B2-ല് 2 ആണ്, B3-ല് 5 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ 3 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണ്. സോ B3 ആണ് നമുക്ക് കാണേണ്ടത്. B3-ല് 5 ഇക്വാലൻസ് റിലേഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് എത്ര ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ബെൽ നമ്പർ കാണാം, അതിന്റെ എത്ര ഈക്വാലൻസ് റിലേഷൻസ് അതിലുണ്ട് എന്നുള്ളതും ഈ ഒരു ബെൽ ട്രയാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ടെക്നിക്ക് എല്ലാത്തിലും പോസിബിൾ ആണോ? ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വാലൻസ് റിലേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക്, അതായത് ബെൽ ട്രയാങ്കിൾ, ഈസി ആയിട്ട് ബെൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം, അതൊന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അതല്ല മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പർട്ടിക്കുലർ സെറ്റ് ഓഫ് എലമെന്റ്സ് ഒക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആയിക്കൊള്ളണം എന്നില്ല. ബട്ട് നമുക്ക് എത്ര ഇക്വാലൻസ് റിലേഷൻസ് ഉണ്ട് എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് മറ്റെന്തെങ്കിലും സിമ്പിൾ ടെക്നിക്കുമായിട്ട് വരാം. സോ അതുവരേക്കും ബൈ.